അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ബാബായ്ക്കും പുത്രനും റുഹാദ ഖുദീശായ്ക്കും സ്തുതി. അനാദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാറൻ വാലാഹൻ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ദാരിദ്ര്യത്തിൽ നിന്ന് വിധവ സമർപ്പിച്ച കൊച്ചുകാശ് പോലെ നെടുവീർപ്പോടെ ആയിരങ്ങൾ അർപ്പിക്കുന്ന യാചന നിന്നെ പ്രസാദിപ്പിക്കുന്ന ബലിയായിരിക്കട്ടെ. നിന്റെ കരുണയുടെ നിക്ഷേപാലയത്തിൻ്റെ സമൃദ്ധി ഞങ്ങൾക്ക് ഞങ്ങളുടെ അളവുകൾക്ക് അതീതമാണല്ലോ. ഞങ്ങളുടെ രോഗാവസ്ഥയിൽ അവിടുന്ന് സൗഖ്യത്തിൻ്റെ ഔഷധം വൈകാതെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടങ്ങൾ മോചിച്ച് അകൃത്യങ്ങളെ മായ്ക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ പുതുതാക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞെരുക്കങ്ങളിൽ ആശ്വാസവും കഷ്ടാവസ്ഥയിൽ തുണയും അങ്ങ് നൽകണമേ. നഷ്ടപ്പെട്ടവരായ ഞങ്ങളെ അവിടുന്ന് തേടി കണ്ടെത്തണമേ. കാരുണ്യക്കടലായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവുകൾ പരിഹരിക്കണമേ. ദയാസമ്പന്നനും കരുണ നിറഞ്ഞവനും കടങ്ങൾ മോചിക്കുന്നവനും ബാവായും പുത്രനും റുഹാദ ഖുദീശായുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിന്റെ മാർഗം എനിക്ക് കാണിച്ചു തരണമേ. പാപത്തിൻ ബോധം നിന്നെ നയിക്കട്ടെ. ചെയ്തികൾ നോക്കട്ടെ. മരണത്തിൽ വീണിടാതെ യൂഹന്നായിൽ താഴാതെ. മാരൻ എസ്രാഹാമാരെ, മാരൻ കമ്പൽ ബാബൂസൻ കേടുകരൻ എല്ലാ ജനതകളും. നിദ്ര വെടിഞ്ഞിടുക
തരേണമേ. ജീവിത നൗകൈതാ പല വഴികൾ താണ്ടി തീരമടഞ്ഞല്ലോ. ആദിപിതാവിൻ പിഴവാലെ നാശത്തിൻ വഴി പിഞ്ചെന്നു. എങ്കിലും ഈശോ സ്നേഹത്താൽ നമ്മുടെ ഛായ തിരിച്ചേകി നമ്മൾക്കായി ജീവൻ പുനരേകി. നമ്മുടെ സഹായം ഇവിടെ നിന്ന് വരും. ആകാശത്തോളം പാപമുയർന്നല്ലോ. മഴയും മഞ്ഞും പോൽ വറ്റി വരണ്ടൊരു ഭൂമിയിൽ തിരുരക്തത്തിൻ ചാലൊഴുകി. സസ്യലതാദികൾ കൊണ്ടിട്ടു നമ്മുടെ ജീവന കൃപയായി. അപ്പത്താൽ നേടി നമ്മെ അവൻ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകുന്നവരെ മാറോട് ചേർക്കുമവൻ. മാറൻ മാലാഹം വീഞ്ഞില്ലാത്തൊരു കൽഭരണി. വീണു തകർന്നൊരു മൺകുടവും നാഥൻ കണ്ടതു വേണ്ടതുപോ നേടിയെടുത്തു ജീവനതാ. എന്നെന്നും അവനെ വാഴ്ത്തിടാ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. നിനവേ വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോടും നീ കരുണ ചെയ്യണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. രക്ഷകനായ നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാപൂർവം തിരുസന്നിധിയിലെത്താം. സങ്കീർത്തനങ്ങളാൽ അവിടുത്തെ പാടിപ്പുകഴ്ത്താം. ഞങ്ങളോടും നീ കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് മഹോന്നത ദൈവമാണ്. സകല ദേവന്മാരെക്കാൾ വലിയ രാജാവാണ്. ഭൂമിയുടെ അടിസ്ഥാനങ്ങളും ഗിരിശൃംഗങ്ങളും അവിടുത്തെ കൈകളിലാണല്ലോ. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. സമുദ്രം അവിടുത്തേതാണ്. അവിടുന്ന് അതിന് രൂപം നൽകി. തൃക്കരങ്ങൾ കരയെ മെനഞ്ഞെടുത്തു. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. വരുവിൻ നമുക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിനെ വാഴ്ത്താം. എന്തുകൊണ്ടെന്നാൽ അവിടുന്നാകുന്നു നമ്മുടെ ദൈവം. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. അവിടുത്തെ സ്വരം ശ്രവിക്കുമെങ്കിൽ നാം അവിടുത്തെ ജനമാണ്. മേച്ചിൽപ്പുറത്തെ അജഗണവും. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. അവിടത്തേക്കെതിരായി പിറുപിറുക്കരുതേ. മരുഭൂമിയിലെ പരീക്ഷണകാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോടും നീ കരുണ ചെയ്യണമേ. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരം എന്റെ പ്രവർത്തികൾ പരീക്ഷിച്ചറിഞ്ഞു. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോടും നീ കരുണ ചെയ്യണമേ. എനിക്ക് ആ തലമുറയോട് നീരസം തോന്നി. ഞാൻ ഇപ്രകാരം പറഞ്ഞു: ഈ ജനം വഴിപിഴയ്ക്കുന്ന ഹൃദയമുള്ളവരാണ്. എൻ്റെ വഴികൾ അവർ അറിയുന്നില്ല. വാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. കോപത്തിൽ ഞാൻ ശപഥം ചെയ്തു. എൻ്റെ
വിശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കുകയില്ല. നിനവേവാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. ബാവായ്ക്കും പുത്രനും റുഹാദ കുദിശായ്ക്കും സ്തുതി. അനാദി മുതൽ എന്നേക്കും ആമേൻ. നിനവേവാസികളോട് ദയ ചെയ്തതുപോലെ ഞങ്ങളോടും നീ കരുണ ചെയ്യണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഊനായ പ്രത്യുത്തര ഗീതമാണ്. ഗീതത്തോട് ചേർന്ന് ആദ്യവും അവസാനവും നമുക്ക് നിലം പറ്റെ കുമ്പിടാം. യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയിലാകണമേ. എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. മാറൻ വാലാഹൻ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഹൃദയം നുറുങ്ങി നിന്നോട് നിലവിളിക്കുന്ന ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്ന ആട്ടിൻകൂട്ടമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ നിരസിക്കരുതേ. പാതാളവാതിലുകളോ ദുഷ്ടശത്രുവോ നിനക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് നിന്റെ സഭയോട് തലമുറകളായി നീ ചെയ്ത വാഗ്ദാനം ഞങ്ങളിലും പൂർത്തിയാക്കണമേ. മാറാതുകോൽ ആമീൻ. സമൂഹത്തിൻ്റെ പ്രത്യുത്തരം മാറൻ എസ്രാഹം അലൈൻ എന്നാണ് അർത്ഥം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രുതിയോടും കൂടെ മാറൻ എസ്രാഹം അലൈൻ എന്ന് അപേക്ഷിക്കാം. വചനത്താൽ സകലതും സൃഷ്ടിക്കുകയും എല്ലാത്തിനെയും ക്രമപ്പെടുത്തുന്നവനുമായ
നിത്യനായവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനും സർവസൃഷ്ടികളെയും കൈയാളുന്നവനുമായ സകലത്തിൻ്റെയും നാഥനായ ഞങ്ങളുടെ ദൈവമേ, എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനും ദയാലുവും ഞങ്ങളുടെ വംശത്തിൻ്റെ പരിപാലകനും ഞങ്ങളുടെ സത്തയെ നവീകരിക്കുന്നവനും ഞങ്ങളുടെ നന്മകളുടെ എല്ലാം സംരക്ഷകനുമായവനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ കൃപയാൽ നമ്മെ രൂപപ്പെടുത്തുകയും തൻ്റെ മിശിഹായാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്തവനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദീർഘക്ഷമയുള്ളവനും അതിശക്തനും തൻ്റെ ന്യായവിധികൾ നേരുള്ളവനും വിവേകത്തിൽ പൂർണ്ണനുമായവനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തെ പ്രതി കഷ്ടത അനുഭവിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ശക്തിയാൽ ഞെരുക്കപ്പെടുകയും കുറ്റം ആരോപിക്കപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. തടവിലും ദ്വീപുകളിലും വിദൂരത്തും ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നതിനും തളർന്നവർ ഉന്മേഷമുള്ളവരാകുന്നതിനും ദുരിതം അനുഭവിക്കുന്നവർ ആശ്വാസം കണ്ടെത്തുന്നതിനും ദുഃഖിതർ ആശ്വസിപ്പിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. റാഹേം അലയൻ എന്ന് നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ എന്നാണ് അർത്ഥം. ഞങ്ങളുടെ സ്വരം നീ കേൾക്കണമേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. നമുക്ക് എഴുന്നേൽക്കാം. സഭകളുടെ ശാന്തിക്കും രാജ്യങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിരമായ ജീവിതത്തിനും ആശ്വാസപ്രദമായ ജീവിതക്രമത്തിനും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലുമുള്ള മിശിഹായുടെ സഭയെ നയിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ഇടയന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായി കേപ്പാ സ്ലീഹായുടെ പിൻഗാമിയായ മാർ ലെയോ പാപ്പായ്ക്കും
മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിയും അഖിലേന്ത്യയുടെ മെത്രാപോലിത്തായും കവാടവുമായ മാർ റാഫേൽ മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർത്തോമാ മെത്രാപോലിത്തായ്ക്കും രൂപതാധ്യക്ഷനായ മാർ യൂസേഫ് മെത്രാനും മറ്റെല്ലാ മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകരായ എല്ലാവരുടെയും ആരോഗ്യത്തിനു വേണ്ടിയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകം മുഴുവനിലുമുള്ള സത്യപ്രബോധകരായ ഞങ്ങളുടെ പിതാക്കന്മാരായ മെത്രാന്മാർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. വൈദികർക്കും ശുശ്രൂഷികൾക്കും മിശിഹായുടെ ശരീരത്തിലെ അംഗങ്ങളായ സഭാ കൂട്ടായ്മയിലെ സകലർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകവുമായി സമരസപ്പെടാതെ മാലാഖമാരുടെ ജീവിതശൈലി അനുകരിക്കുന്ന നീതിമാന്മാരായ മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സൃഷ്ടികളുടെ നവീകരണവും പാപികളുടെ മാനസാന്തരവും സകല മനുഷ്യരുടെയും ജീവനും രക്ഷയും ആഗ്രഹിക്കുന്നവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാലാഖമാരാലും മനുഷ്യരാലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കപ്പെടുന്നവനും അമർത്യനും അക്ഷയനുമായ സകലത്തിൻ്റെയും നാഥനായ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദിമന്ത്യവുമില്ലാത്തവനും സകലർക്കും ആഗ്രഹനുമായ ബാവായ പുത്രനും റുഹായിക്കും റുഹാകുദിശായുമായവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളേവരെയും നിന്റെ കൃപയാൽ രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ നിവസിപ്പിച്ച് ഞങ്ങളിൽ കനിയണമേ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഗീതത്തോട് ചേർന്ന് നമുക്ക് കുമ്പിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ക്ലേശിക്കുന്നവരുടെ അഭയസങ്കേതവും കഷ്ടപ്പെടുന്നവരുടെ തുറമുഖവും അനുതാപികളുടെ നല്ല പ്രത്യാശയുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. മഹത്വം തുളുമ്പുന്ന നിന്റെ സന്നിധിയിൽ നെടുവീർപ്പോടെ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. മഹോന്നതമായ നിന്റെ ത്രോണോസിന്റെ മുമ്പാകെ കരഞ്ഞു വിളിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ. കവിഞ്ഞൊഴുകുന്ന സമൃദ്ധിയും സ്വർഗീയ സൈന്യങ്ങളാൽ ആരാധിക്കപ്പെടുന്നവനും പാപവിമോചകനുമായവനെ, ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ വേദനകളും രോഗങ്ങളും ശമിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കൾക്ക് രക്ഷയും ജീവിതത്തിന് അഭിവൃദ്ധിയും
നിന്റെ കരുണയുടെ നിക്ഷേപാലയത്തിൽ നിന്ന് സദാ ചൊരിയണമേ. ലോകത്തിൽ നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. ഫലമൂലാദികൾ വർദ്ധിപ്പിച്ച് ഭൂമിയെ സമ്പന്നമാക്കണമേ. ഭരണാധിപർക്കും അധികാരികൾക്കും നിന്റെ വിജ്ഞാനവും വിശുദ്ധിയും നൽകണമേ. നിന്റെ പരമപരിശുദ്ധിയുടെ പരിശുദ്ധ സഭയുടെ മേൽ വലതുകരം നീട്ടണമേ. സഭയുടെ ഇടയന്മാരെയും അജഗണത്തെയും പരിപാലിക്കണമേ. അവൾക്കെതിരെ ദൂഷണം പറയുന്നവരെയും അവളെ പീഡിപ്പിക്കുന്നവരെയും ലജ്ജിപ്പിക്കണമേ. അഗതികളെ പരിപാലിക്കുകയും വിശക്കുന്നവർക്ക് ആഹാരം നൽകുകയും ചെയ്യണമേ. അനാഥരെ സംരക്ഷിക്കുകയും കഷ്ടപ്പെടുന്നവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആത്മാവിൽ ഞെരുങ്ങുന്നവരെ സന്തോഷിപ്പിക്കണമേ. കൂട്ടം തെറ്റിയവരെ നിന്റെ തൊഴുത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ദൂരസ്ഥരെ നിന്നിലേക്ക് അടുപ്പിക്കണമേ. വീഴുന്നവരെ എഴുന്നേൽപ്പിക്കുകയും ബലഹീനരെ ശക്തിപ്പെടുത്തുകയും രോഗത്താൽ വലയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. നശിച്ചു പോകുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തണമേ. ഞങ്ങളുടെ മാതൃരാജ്യത്തിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ ദേശത്തും നിന്റെ കൃപയുടെ വലതുകരം നീട്ടണമേ. കർത്താവേ, സമാധാനവും ശാന്തിയും നിറഞ്ഞ ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ. അവരുടെ പ്രിയപ്പെട്ടവരായ മരിച്ചുപോയവരുടെ കടങ്ങൾ മോചിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. നിന്റെ വലതുഭാഗത്ത് അവരെ അണിനിരത്തുകയും അവർക്ക് വേണ്ടി അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളുകയും പ്രസാദിക്കുകയും ചെയ്യണമേ. ദാനധർമ്മങ്ങളാലും പ്രാർത്ഥനകളാലും നിന്റെ ഇഷ്ടം തേടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലായ്പ്പോഴും നിനക്ക് ബഹുമാനവും മഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. മാറാതെ അൽമീൻ. സകല നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥന കൈക്കൊണ്ട് ലോകത്തെ രക്ഷിച്ച നല്ല ദൈവമേ, നിന്റെ മുൻപാകെ കേണപേക്ഷിക്കുന്ന അടിയങ്ങളുടെ യാചന കേൾക്കണമേ. ദിവ്യാമാരുടെയും തിരുവിഷ്ടം നിറവേറ്റുന്നവരുടെയും പ്രാർത്ഥനയാൽ ലോകത്തിനു മുഴുവൻ രക്ഷ പകർന്നവനെ, പൂർവികരെ പോലെ ഞങ്ങളും ഇതാ നിന്നെ വിളിച്ച് കരയുന്നു. നിന്റെ ആരാധകരെ കനിവോടെ കേട്ട് അവർക്ക് ഉത്തരമരുളണമേ. നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ ജനത്തെയും നീ സന്ദർശിച്ച് അനുഗ്രഹിക്കണമേ. ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വെറുക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഉപദ്രവിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കഷ്ടതകളിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞെരുക്കങ്ങളിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ ഇടയിൽ വർദ്ധിപ്പിക്കണമേ. പരിപൂർണ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. നിന്നിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അന്ത്യവിധി നാളിൽ നിന്റെ ദിവ്യമായ ഉദയത്തെ ആനന്ദപൂർവ്വം കൈക്കൊള്ളാനായി പാപക്കറയില്ലാത്തവരാകാനും നിന്നെ സ്തുതിക്കുന്ന മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ നിന്നെ മഹത്വപ്പെടുത്താനും ഞങ്ങളെ യോഗ്യരാക്കണമേ. മാറാതുകോ അൽമീൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഗീതത്തോട് ചേർന്ന് കുമ്പിടാം.
ഒന്നാം വായന നമുക്ക് ഇരുന്നു കൊണ്ട് വായന ശ്രവിക്കാം. ഒന്നാം കെറിയാന. നിനവയിലെ രാജാവ് ദുഃഖവും വിലാപവും ധരിച്ച് തൻ്റെ ജനത്തെ ഉപവാസത്തിന് ക്ഷണിക്കുന്നു. വാളുകൊണ്ട് ശത്രുക്കളെ ജയിച്ചിരുന്ന രാജാവ് അനുതാപം കൊണ്ട് ദൈവകാരുണ്യം നേടാൻ പരിശ്രമിക്കുന്നു. അകൃത്യങ്ങളും പാപങ്ങളും ഉപേക്ഷിച്ച് ഹൃദയങ്ങളെ അവർ ദൈവത്തിന് കാഴ്ചവെക്കാൻ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ ദൂത് പ്രസംഗിച്ച യൗനാൻ നിനവേക്കാരുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അമ്പരന്നു. അവരോട് ദൈവം കരുണ കാട്ടിയാൽ താനൊരു കള്ളപ്രവാചകനാകുമെന്ന് ഭയന്ന യൗനാൻ നിനവയിലേക്ക് പോകുന്നതിന് പകരം താർശീശിലേക്ക് കപ്പൽ കയറി. കടലിൽ നിന്നും മത്സ്യത്തിൻ്റെ വായിൽ നിന്നും യൗനാനെ ദൈവം നിനവയിലേക്ക് തിരികെ കൊണ്ടുവന്നു. മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് അനുദപിച്ച യൗനാൻ്റെ പ്രസംഗം നിനവയിൽ മുഴങ്ങി. നീതിമാനായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവകാരുണ്യത്തെ അവൻ അവഗണിച്ചു. നാശത്തെക്കുറിച്ചും തിന്മയെക്കുറിച്ചും മാത്രമാണ് യൗനാൻ അവരോട് പ്രസംഗിച്ചത്. സോദോം ഗൊമോറയെ പ്രതി ദൈവകാരുണ്യത്തിൽ ആശ്രയിച്ച് നിലവിളിച്ചപേക്ഷിച്ച അബ്രാഹത്തെ പോലെയല്ല യൗനാൻ പ്രാർത്ഥിച്ചതും പറഞ്ഞതും. മാനസാന്തരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിനവേക്കാർ നെട്ടോട്ടമോടുകയാണ്. കാഹളമൂതിക്കൊണ്ട് നഗരമൊന്നാകെ വിമോചന ദിനം കൊണ്ടാടുന്നു. കടക്കാരുടെ കടം ഇളച്ചുകൊണ്ട് അവരെ ആശ്ലേഷിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവം അവർ കൊണ്ടാടുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് നമുക്ക് സാഹോദര്യത്തിൽ മുന്നേറാം. എഴുന്നേൽക്കാം. കരുണ നിറഞ്ഞോലേ ദയതന്നുറവിടമേ, ഞങ്ങളിൽ നിന്നങ്ങേ നോട്ടം മാറ്റരുതേ. ശ്രീഭണ്ഡാരത്തിൽ നിന്നും രക്ഷ പകർന്നിടണേ. കരുണ നിറഞ്ഞോനേ ദയതന്നുറവിടമേ, ഞങ്ങളിൽ നിന്നങ്ങേ നോട്ടം മാറ്റരുതേ. ശ്രീഭണ്ഡാരത്തിൽ നിന്നും രക്ഷ പകർന്നിടണേ. തവ കാരുണ്യത്താൽ പാപികൾ മോചിതരായി, താവക സമ്പത്താൽ ശൂന്യർ നിറവുള്ളോർ അങ്ങേ പതിവാൽ ഞങ്ങൾക്കിൻ ഉത്തരമരുളണമേ. കരുണ നിറഞ്ഞോനേ ദയതന്നുറവിടമേ, ഞങ്ങളിൽ നിന്നങ്ങേ നോട്ടം മാറ്റരുതേ. ശ്രീഭണ്ഡാരത്തിൽ നിന്നും രക്ഷ പകർന്നിടണേ. പാപിയെ രക്ഷിക്കാൻ കൽപ്പന നീ നൽകി, തിരുസന്നിധിയില്ലാതില്ല ഭയം വേറെ. വൈദ്യോത്തമനെ രക്ഷകനെ തൈലം പൂഷണമേ. കരുണ നിറഞ്ഞോനേ ദയതന്നുറവിടമേ, ഞങ്ങളിൽ നിന്നങ്ങേ നോട്ടം മാറ്റരുതേ. ശ്രീഭണ്ഡാരത്തിൽ നിന്നും രക്ഷ പകർന്നിടണേ. നിന്നോടല്ലാതെ ആരോടു കേണിയിടും, ദാസരെ നോക്കണമേ, യാചന കേൾക്കണമേ. ശ്രീ
വായല്ലാതൊരു വാതിൽ ഞങ്ങൾക്കറിയേണ്ട. കരുണ നിറഞ്ഞോരേ ദയതൻ ഉറവിടമേ, ഞങ്ങളിൽ നിന്നങ്ങേ നോട്ടം മാറ്റരുതേ. ശ്രീഭണ്ഡാരത്തിൽ നിന്നും രക്ഷ പകർന്നിടണേ. രണ്ടാം വായന ഇരുന്നു കൊണ്ട് ശ്രവിക്കാം. ഒന്നിച്ചുകൂടി അവരുടെ സന്തോഷത്തിലേക്ക് യൗനാനെ ക്ഷണിക്കുന്നു. മാനസാന്തരത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന പുതുജീവൻ്റെ കാരണം നിന്റെ സത്യപ്രവചനങ്ങളാണ്. ഇതാ ദൈവത്തിലുള്ള പ്രത്യാശയിലേക്ക് ഞങ്ങളെ എത്തിച്ചിരിക്കുന്നത് നീയാണ്. എന്നാൽ യൗനാൻ നിരാശയിലാണ്. കാരണം പാപം ചെയ്യുന്നവൻ മരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ നീതിയെന്ന് അവൻ അവകാശപ്പെടുന്നു. തൻ്റെ ഇഷ്ടമനുസരിച്ച് നിനവേക്കാരെ ദൈവം നശിപ്പിക്കാത്തതിൽ യൗനാൻ ദുഃഖിതനാണ്. സ്വന്തം ഇഷ്ടത്തെ ദൈവേഷ്ടത്തിന് കീഴ്പ്പെടുത്താൻ യൗനാൻ പഠിച്ചിരുന്നില്ല. എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെയാവണം നമ്മുടെ പ്രാർത്ഥനകൾ. നിനവേക്കാരുടെ ഹൃദയം നിറങ്ങിയ മാനസാന്തരം കണ്ട് അവരോട് മനസ്സലിവ് കാട്ടിയ ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യചിന്തയേക്കാൾ എത്രയോ വലുതാണെന്ന് യൗനാൻ ചിന്തിക്കേണ്ടതായിരുന്നു. ദൈവവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യൗനാൻ്റെ ചിന്തകൾ മാറിമറിഞ്ഞു. ഇപ്പോൾ അവൻ തന്നെ തന്നെ താഴ്ത്തി സ്വാർത്ഥം ബലി കഴിച്ച് ദൈവേഷ്ടത്തിൻ്റെ വക്താവായി മാറി. യൗനാനും നിനവേക്കാരും ഇപ്പോൾ ഒന്നിച്ച് മാനസാന്തരമാകുന്ന കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഇരുവർക്കും സീമാതീതമായ ആനന്ദമാണ്. അവർ ഒരേ സ്വരത്തിൽ പാടി ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും ദൈവമായ കർത്താവിന് ഉള്ളതാണ്. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. പഴയ പാപമനുഷ്യൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ക്രൂരത, വിഗ്രഹാരാധന, ആഭിചാരം, പിണക്കം, പക, വ്യാജം, ക്രോധം, അസൂയ, ഭിന്നത, മദ്യപാനം, കൊലപാതകം എന്നിവ ഇതാ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇവയ്ക്ക് പകരം വീണ്ടെടുക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ ആത്മീയ ഫലങ്ങളായ വിശ്വാസം, സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, വിശ്വസ്തത, പരോപകാരം, ത്യാഗം, സത്യസന്ധത, ദീർഘക്ഷമ എന്നിവ സ്ഥിരപ്രതിഷ്ഠമായിരിക്കുന്നു. മാനസാന്തരം മൂലം ദൈവകൃപയാലാണ് അവർക്ക് ഈ അത്ഭുതം സ്വന്തമായത്. മനം തഴമ്പിച്ചു പോയവർ ഇന്ന് മാംസള ഹൃദയമുള്ളവരായി മാറിയിരിക്കുന്നു. അവർ ഇപ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. ദൈവസമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ നിറഞ്ഞു കവിയുന്നു. ദൈവത്തിന് മഹത്വം പാടിക്കൊണ്ട് യൗനാനും നിനവേക്കാരും ഇതാ രാജധാനിയുടെ മുറ്റത്തെത്തി. അവിടെ സജ്ജമാക്കിയിരിക്കുന്ന ഉയർന്ന വേദിയിലെ സിംഹാസനത്തിലേക്ക് രാജാവ് യൗനാനെ ആനയിക്കുന്നു. താഴ്മയുള്ള മനസ്സോടെ നിനവേക്കാർക്ക് വേണ്ടി സിംഹാസനസ്ഥനായിരിക്കുന്ന യൗനാനോട് രാജാവും പ്രജകളും തങ്ങളെ ആത്മീയ അനുഭവത്തിലേക്ക് നയിച്ചതിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ചാക്കൊടുത്തവർ ഇതാ ദൈവ തേജസ്സിൻ്റെ വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. ആത്മീയ ആനന്ദത്താൽ വെളിച്ചത്തിൻ്റെ ദൈവത്തിന് അവർ സ്തുതികൾ ആലപിച്ചു. നീതിമാന്മാരെ സ്നേഹിക്കുന്ന ദൈവമേ, മാനസാന്തരം മൂലം നീതീകരിക്കപ്പെട്ട നീതിമാന്മാരെ കൊണ്ട് നിനവയെ നിറച്ച കർത്താവേ, നിനക്കും നിൻ്റെ പുത്രനായ ഈശോ മിശിഹായ്ക്കും എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്ന റുഹാദ് കുശായ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും അധരങ്ങളിൽ നിന്ന് ഇതാ എന്നേക്കുമുള്ള മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ബുർഖാസ ആശീർവാദങ്ങളാണ്. ഏൻ മറിയ, ആമേൻ എന്നീ പ്രത്യുത്തരങ്ങളാണ് സമൂഹം ഒന്നിടവിട്ട് നൽകേണ്ടത്.
ഏൻ മറിയ എന്നാൽ അതേ കർത്താവേ. ഏൻ മറിയ എന്ന് പ്രത്യുത്തരം നൽകുമ്പോൾ നമുക്ക് നിലംപറ്റെ കുമ്പിടാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധിയുടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ അനുഗ്രഹിക്കണമേ. ഭൂമിയുടെ 4 ദിക്കുകളിലും എല്ലാ തിരുകളിലും നിന്റെ ശാന്തി നിവസിപ്പിക്കണമേ. സർവജനതകളുടെയും ഇടയിൽ നിന്ന് നീ തിരഞ്ഞെടുത്ത പരിശുദ്ധ സഭയെ നിന്നിൽ ഉറപ്പിക്കപ്പെടുവാൻ തക്കവിധം നിന്റെ വാഗ്ദാനം പാലിച്ച് നിറവേറ്റണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മിശിഹായുടെ സഭയെ നയിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ഇടയന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായി കേപ്പാശ്ലിഹായുടെ പിൻഗാമിയായ മാർ ലിയോ പാപ്പ നിന്റെ വലതുകരത്താൽ ഉയർത്തപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വലതുകരം എല്ലാ പാഷണ്ഡതകളുടെയും മേൽ ഉയർന്നു നിൽക്കുകയും ചെയ്യട്ടെ. ഭൂമി മുഴുവനിലുമുള്ള പിതാക്കന്മാരെയും ഇടയന്മാരെയും ശക്തിയുടെ ദണ്ഡിനാൽ നിരന്തരം മഹത്വപ്പെടുത്തണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. മുറിവേറ്റതിനെ വെച്ചുകെട്ടണമേ. ഞങ്ങളുടെ ഇടയന്മാരുടെ മധ്യസ്ഥത്താൽ ദുർബലമായതിനെ താങ്ങണമേ. അവരുടെ പ്രാർത്ഥനകളാൽ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കണമേ. എല്ലാ ദേശങ്ങളിലും നിനക്കായി പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുന്ന കശീശാമാരെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിറയ്ക്കണമേ. സത്യപ്രബോധനവും വേദപ്രമാണങ്ങളും അവരുടെ അധരത്തിൽ നിറയ്ക്കണമേ. എന്റെ കർത്താവേ, ശുശ്രൂഷികളുടെ കാറോസുസായുടെ സ്വരം നിന്റെ സ്നേഹത്തിൻ്റെ ഐക്യമായി മാറാൻ അവർക്ക് ആത്മീയ കിരീടങ്ങൾ മെനയണമേ. എസ്തപ്പാനോസ് സഹദായുടെ മാതൃക അനുകരിച്ച് വിശുദ്ധാലയങ്ങളായ തങ്ങളുടെ അവയവങ്ങളെ അവർ നിനക്കായി പവിത്രീകരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സത്യപ്രബോധകരായ മൽപ്പാന്മാരെ ഓർക്കുകയും അവരുടെ ചിന്തകൾക്ക് നിന്റെ രഹസ്യങ്ങളുടെ നിക്ഷേപം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഓർക്കുകയും നിന്റെ ദൈവത്വത്തിൻ്റെ രഹസ്യങ്ങളിൽ അവരെ പൂരിതരാക്കുകയും ചെയ്യണമേ. ആശ്രമവാസികളെ സംരക്ഷിക്കണമേ. നിന്റെ സ്നേഹാഗ്നി അവരുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. അവരെ മരുഭൂമിയിലെ മാർ അന്തോണീസിന്റെ ശിഷ്യഗണത്തിൻ്റെ പ്രിയയിടത്തേക്ക് നയിക്കണമേ. ഗായകരെയും സന്യാസികളെയും മഹത്വമണിയിക്കണമേ. അവരെ സ്വർഗീയമായ കൃപകളാൽ നയിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ നിന്റെ കണ്ണുകൾ എന്നേക്കും ഉണ്ടായിരിക്കണമേ. അതിലെ നിവാസികളെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. നല്ല പിതാവേ, അനാഥരെ സഹായിക്കുകയും വിധവകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ.
നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് ഞങ്ങളിൽ നിന്നും വേർപെട്ട മരിച്ചവരുടെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സഭയിൽ നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവേ, സമൂഹം മുഴുവനെയും അതിൻ്റെ വരവിലും പോക്കിലും അനുഗ്രഹിക്കണമേ. നിന്റെ മാധുര്യമുള്ള കരുണയും കൃപയും അതിൽ വർദ്ധിപ്പിക്കണമേ. നിന്റെ ശ്ലീവ ഞങ്ങളുടെ സഭകൾക്ക് ഉന്നതമായ കോട്ടയായിരിക്കട്ടെ. അതുവഴി ഞങ്ങൾ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിതരുമായിരിക്കട്ടെ. അലാഹായായ ദൈവമേ, വിധവയുടെ ചില്ലിക്കാശ് എന്ന പോലെ പാപിയായ എന്നിൽ നിന്നുള്ള സ്വരങ്ങളും കീർത്തനങ്ങളും സ്വീകരിക്കണമേ. അലാഹായായ ദൈവമേ, എല്ലാ ധരങ്ങളിൽ നിന്നും എല്ലാ നാവുകളിൽ നിന്നും ബാവായും പുത്രനും റുഹാദ കുദിശായുമായ നിനക്ക് സ്തുതി എപ്പോഴും എന്നേക്കും. ഊനായ ഗീതത്തോട് ചേർന്ന് നമുക്ക് കുമ്പിടാം. എഴുന്നേൽക്കാം. ഹുത്താമ അഭിവന്യ മാർ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവ് മദ്ബഹായുടെ കവാടത്തിലെത്തി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകം മുഴുവനും നിന്റെ നിരന്തരമായ കരുണ വർഷിക്കണമേ. സഭയെയും പുരോഹിതരെയും അനുഗ്രഹിക്കണമേ. ബലിയർപ്പണത്തിൽ അവ തീഷ്ണമതികളാകട്ടെ. ഭരണാധികാരികളെ നീതിയുള്ളവരാക്കണമേ. അവർ നിനക്ക് ജാഗ്രതയുള്ള ദാസരാകട്ടെ. ശമാശന്മാരെ ശുശ്രൂഷയിൽ ഉത്സുകരാക്കണമേ. ആശ്രമവാസികളെ സഹായിക്കണമേ. ദമ്പതികളെ സ്നേഹത്തിലും വിശ്വസ്തയിലും നിലനിർത്തണമേ. ദൈവഭയത്തിലും ജ്ഞാനത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണമേ. ഗർഭസ്ഥ ശിശുക്കളെയും രോഗികളെയും ദുർബലരെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിപാലിക്കണമേ. അഗതികളെയും ദരിദ്രരെയും വിധവകളെയും പോറ്റണമേ. വൃദ്ധരെ പരിപാലിക്കണമേ. യുവാക്കളെയും കുട്ടികളെയും ആത്മീയ സൗന്ദര്യത്താൽ പ്രകാശിപ്പിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളിൽ കനിവുണ്ടാകണമേ. പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നവരെയും ലഹരിക്ക് അടിമപ്പെടുന്നവരെയും നേർവഴി കാട്ടണമേ. തൊഴിൽ രഹിതരുടെ അപേക്ഷ കൈവിടരുതേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ.
നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും നിലവിളിക്കുന്നവർക്ക് ആശ്വാസവും നൽകണമേ. വിശ്വാസികളിൽ നിരളിനെ അകറ്റണമേ. സാത്താന്റെ കെണിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ലജ്ജയും തണുപ്പും കൂടാതെ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ചിതറിപ്പോയവരെ അനുരഞ്ജിപ്പിച്ച് ഒരുമിച്ച് കൂട്ടുകയും സഭാഗണത്തിൽ നിർത്തുകയും ചെയ്യണമേ. സത്യത്തിലും സ്നേഹത്തിലും സത്യദൈവമായി നിന്നെ ആരാധിക്കുന്ന യഥാർത്ഥ സഭയായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. ഞങ്ങളുടെ കർത്താവേ, കർഷകരോട് കരുണ കാണിക്കണമേ. അവരുടെ അധ്വാനം ഫലമണിയിക്കണമേ. ധനികർക്ക് ഔദാര്യശീലം നൽകണമേ. കൂലിക്കാരുടെ അവകാശം നിഷേധിക്കരുതേ. നിന്റെ സങ്കേതം ആടുകൾക്കും ഇടയന്മാർക്കും അഭയമാകട്ടെ. അന്തർക്ക് കാഴ്ച നൽകുന്നവനായ എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്റെ വലത്തുകരത്തിൻ്റെ പ്രകാശം കാണട്ടെ. മുടന്തരെ സുഖപ്പെടുത്തുകയും ബന്ധിക്കപ്പെട്ടവരെയും അടിമകളെയും മോചിപ്പിക്കുകയും ചെയ്യണമേ. ഗുണസമ്പന്നരെ ധൈര്യപ്പെടുത്തുകയും അജ്ഞരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അഹങ്കാരികളെ താഴ്ത്തുകയും ചെയ്യണമേ. മരിച്ചവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. സങ്കടപ്പെടുന്നവരെ സന്തോഷിപ്പിക്കണമേ. വലിയവരും ചെറിയവരും നിന്റെ സമൃദ്ധി അനുഭവിക്കട്ടെ. നിന്റെ വാഗ്ദാനം പോലെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും യാചനകൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സന്ധ്യയിലും പ്രഭാതത്തിലും നിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന സുരഭില ധൂപം പോലെയാകട്ടെ. ഇറയന്മാരോടൊപ്പം രാത്രിയിൽ ജാഗരിക്കുന്ന ഉത്സാഹികളുടെ യാചന കൈക്കൊള്ളണമേ. സങ്കീർത്തനങ്ങളാൽ നിന്നെ സ്തുതിക്കുന്ന ഗായകരുടെ ശബ്ദം ഉയർത്തണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദാസർ നിന്റെ ഭവനത്തിൽ സംതൃപ്തിയോടെ വസിക്കട്ടെ. എല്ലാ സൃഷ്ടികളിലും നിനക്ക് സ്തുതിയുണ്ടാകട്ടെ എല്ലാ നേരവും. ആമേൻ ആമേൻ. അവറാറുശ്യാമറാതുക്കോൽ ലൽമീൻ. വൈദികരിൽ നിന്നും ശുശ്രൂഷികൾ സമാധാനം സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. നമുക്ക് സ്വീകരിച്ച് പരസ്പരം സമാധാനം നൽകാം. സമാധാനത്തോടെയാണ് ശുശ്രൂഷ അവസാനിക്കുക.